ബാബരി മസ്ജിദിനെ പരാമർശിച്ചുള്ള ചോദ്യത്തിന് ജാംബുവാന്റെ കാലത്തെ രാഷ്ട്രീയമെന്ന കെ സുധാകരന്റെ പ്രസ്താവന വിവാദത്തിൽ. ബാബരി മസ്ജിദ് അടക്കമുള്ള സന്ദീപ് വാര്യരുടെ മുൻ നിലപാട് ചൂണ്ടിക്കാട്ടിയുള്ള മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് മറുപടി പറയുകയായിരുന്നു കെ സുധാകരൻ. ആദ്യം കെ സുധാകരൻ പറഞ്ഞത് കേൾക്കാം. ഇപ്പം മുഖ്യമന്ത്രി ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് ഈ ബാബരി മസ്ജിദ് വിഷയമൊക്കെ ചൂണ്ടിക്കാണിച്ച് എന്തായിരുന്നു സംഘപരിവാർ നിലപാട്, സന്ദീപ് വാര്യർ പോലുള്ളവരുടെ നിലപാട്, ജാംബവാന്റെ കാലത്തുള്ള രാഷ്ട്രീയം പറയാൻ വേറെ പണിയില്ല നിങ്ങൾക്ക്. വിഷയം രാഷ്ട്രീയ ആയുധമാക്കുകയാണ് ഇടതുമുന്നണി. കെ സുധാകരന്റെ പരാമർശം സന്ദീപ് വാര്യർ ഇഫക്റ്റ് എന്ന് ഡിവൈഎഫ്ഐ നേതാവ് എ റഹീം പറഞ്ഞു. കോൺഗ്രസ് RSSന്റെ ബി ടീമാണ്. ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ കെ സുധാകരനുണ്ട്. കെ സുധാകരന്റെ പരാമർശത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാട് എന്താണെന്നും എ റഹീം 24-നോട് ചോദിച്ചു. അല്ല, കോൺഗ്രസ് RSSന്റെ ബി ടീമായി മാറിയിരിക്കുന്നു. ബാബറി മസ്ജിദ് ജാംബവാന്റെ കാലത്തെ ഒരു കാര്യമാണെന്നാണ് KPCCയുടെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സന്ദീപ് ജി വന്നതിന്റെ മാറ്റം കണ്ടു തുടങ്ങിയിരിക്കുന്നു. കോൺഗ്രസ് സന്ദീപിനെ BJP കോൺഗ്രസിലേക്ക് ഒരു ഡെപ്യൂട്ടേഷൻ അയച്ചതാണെന്ന് തോന്നുകയാണ്. വരുന്ന പ്രശ്നം മുസ്ലിം ലീഗ് അതിന്റെ നിലപാട് വ്യക്തമാക്കണം. ബാബറി മസ്ജിദ് ജാംബവാന്റെ കാലത്തെ പ്രശ്നമാണോ? മുസ്ലിം ലീഗ് നിലപാട് വ്യക്തമാക്കട്ടെ. ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീ, പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ കെ സുധാകരന്റെ ഈ പരാമർശത്തിൽ, വിവാദ പരാമർശത്തിൽ വെട്ടിലാവുന്നുണ്ട് UDF ക്യാമ്പ്. ലീഗ് മറുപടി പറയണം എന്നുള്ള ആവശ്യം CPI മുന്നോട്ട് വയ്ക്കുന്നു. എങ്ങനെയാണ് ഇതൊരു വിവാദമായി വളരുന്നത് ശ്രീത്? തീർച്ചയായും സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ പഴയകാല സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിക്കണമെന്ന് CPIM നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. ആ സമയത്താണ് വീണ്ടും മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതൊരു ജാംബവാന്റെ കാലത്തുള്ള കാര്യമാണ്, അതിനൊക്കെ മറുപടി പറയണോ എന്ന് പറഞ്ഞ് കെ സുധാകരൻ ഒഴിഞ്ഞു മാറിയത്. പക്ഷേ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഓൺ എയറിൽ നിൽക്കുന്നുണ്ട്. അതാണ് ഏറ്റവും ഒടുവിൽ കോൺഗ്രസിനെ വെട്ടിലാക്കിയിരിക്കുന്നത്. എന്തായാലും ആ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ കാര്യമായ രീതിയിൽ പ്രതികരിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് ഏതാണ്ട് ഒരു വൈറലായിരിക്കുന്നു, സോഷ്യൽ മീഡിയയിലടക്കം അത് ചർച്ചയായിരിക്കുന്നു. ആ സമയത്താണ് CPIM നേതാക്കൾ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് ജാംബവാന്റെ കാലത്തെ പൊളിറ്റിക്സ് ആണെന്ന് പറഞ്ഞതിൽ മുസ്ലിം ലീഗാണ് നിലപാട് വ്യക്തമാക്കേണ്ടത്. സന്ദീപ് ജി വന്നതിന്റെ ഒരു ഡെപ്യൂട്ടേഷനാണ് കോൺഗ്രസിലേക്ക് വന്നത്. RSSന്റെ ബി ടീമാണ് കോൺഗ്രസ് എന്നാണ് പറയുന്നത്. എന്തായാലും നാളെ രാവിലെ ഈ വിഷയത്തിൽ കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. CPIM എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങളിലേക്ക് കടക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്.